കൃഷ്ണപ്രിയം ഭാഗം 45. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ വീണ്ടും ഞാനൊരു കോടീശ്വരിയാകാൻ പോകുന്നു. പക്ഷെ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്തോ എനിക്കൊന്നും തോന്നുന്നില്ല. ഉടനെ തന്നെ പൈസ കിട്ടുമെന്ന് വക്കീൽ പറഞ്ഞു. നേരത്തെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴുള്ളവർ ഇനി ഇതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഉടക്കാൻ ഇനി ഒന്നുമില്ല. അന്ന് അവന്മാർ വെറുതെ ഉടക്കുണ്ടാക്കിയതാണല്ലോ. വെറും ഒരു ഈഗോ പ്രശ്നം കാരണം എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടു. സാരമില്ല, അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. ഞാൻ ജോസ് അങ്കിളിനെ വിളിച്ചു പറഞ്ഞു. പുതിയ വക്കീൽ വിളിച്ചിരുന്നു. ജോസ് അങ്കിൾ ഈ കേസ് കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജോസ് അങ്കിളിനെ വിളിച്ചപ്പോൾ മാത്രം എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. അങ്കിളും കരഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ആയിരുന്നല്ലോ ഈ കേസ് കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത്. ജോസ് അങ്കിൾ ഇപ്പോൾ ഏതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടത്തോടെയല്ല, പിന്നെ എല്ലാവർക്കും ജീവിക്കണ്ടേ. ഞങ്ങൾ അന്ന് തിരിച്ചു പോയില്ല. എറണാകുളത്ത് തന്നെ താമസിച്ചു. എന്നെയും കൊണ്ട് തിരിച്ചു ചെല്ലുന്നത് ഇപ്പോൾ ശരിയാവില്ലെന്ന് ഏട്ടന് തോന്നിക്കാണും. ഞങ്ങൾ മോളി ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി. അവിടെ നിൽക്കാൻ പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. പക്ഷെ ഞങ്ങൾ നിന്നില്ല. സുലി ചേച്ചിയും പോയി കണ്ടു. പിന്നെ ഏട്ടൻ്റെ കുറേ ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നത് നാട്ടിലുള്ളവരെക്കാൾ ഇഷ്ടപ്പെടുന്നത് ഇവിടെയുള്ളവരാണെന്ന്. ഇവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവില്ല. അവരെന്നെ കളിയാക്കും, വഴക്ക് പറയും, പിണങ്ങും. പക്ഷെ എനിക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. കളങ്കമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. ഇവരൊന്നും അഭിനയിക്കുന്നവരല്ല. ഇവർക്ക് എന്നിൽ നിന്ന് ഒന്നും നേടാനുമില്ല. കഴിച്ചിട്ട് പോകൊച്ചേന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, അല്ലാതെ ഫോർമാലിറ്റിയൊന്നുമല്ല. ഞങ്ങൾ ഹോട്ടലിൽ റൂമെടുത്തു. ജനാലയിലൂടെ നോക്കുമ്പോൾ കായൽ കാണാം. ശരിക്കും മനോഹരമായ കാഴ്ച. ഞാൻ കാഴ്ച നോക്കി നിന്നു. ഏട്ടൻ എൻ്റെ പുറകിൽ വന്ന് എന്നെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഞാൻ അതുപോലെ തന്നെ നിന്ന് ഒരു കൈ ഏട്ടൻ്റെ കവിളിലേക്ക് ചേർത്ത് വെച്ച് മറ്റേ കൈ എന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈയിൽ ചേർത്ത് വെച്ച് ഏട്ടൻ്റെ മേലേക്ക് ചാഞ്ഞു നിന്നു. മുത്തേ, സന്തോഷമായോ? നിന്റെ ആഗ്രഹം പോലെ കേസ് ജയിച്ചില്ലേ? സന്തോഷമായോന്ന് ചോദിച്ചാൽ ഒരുപാട് സന്തോഷമായി. എൻ്റെ അച്ഛൻ കള്ളത്തരമൊന്നും കാണിച്ചില്ലെന്ന് തെളിഞ്ഞല്ലോ. ഇത് മാത്രം പോരാ ഏട്ടാ, ഇനിയുണ്ട് കുറേ ചെയ്യാൻ. നമുക്കൊരു വീട് വേണം. അച്ഛൻ്റെ കമ്പനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എല്ലാം റെഡിയാകും. കൊച്ചു ടെൻഷനാകണ്ട. ആകും. പക്ഷേ ഏറ്റവും ആദ്യം നമുക്കൊരു വീട് വേണം. എത്രയും പെട്ടെന്ന് നമുക്കൊരു ഫ്ലാറ്റ് എടുക്കണം. ഒരുപാട് വലുതൊന്നും വേണ്ട. ഒരു 2 BHK. വാടകയ്ക്കാണെങ്കിൽ അങ്ങനെ. പക്ഷെ എന്തായാലും വേണം. പോകാനൊരു സ്ഥലമില്ലാതെ ഇങ്ങനെ അഭയാർത്ഥികളെ പോലെ നടക്കാൻ വയ്യ. ജയൻചേട്ടൻ്റെ വീട്ടിൽ ഇനി നിൽക്കാൻ വയ്യ. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എപ്പോൾ വേണേലും നമ്മളെ ഇറക്കി വിടാം. ഏട്ടൻ തന്നെ പറ, ഇവിടെ ലീവിന് വന്നിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ സമാധാനമായി ഇരുന്നിട്ടുണ്ടോ? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. ഏട്ടൻ എന്നോടൊന്ന് മര്യാദക്കിരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് വയ്യ ഏട്ടാ. ആരോരും ഇല്ലാതെ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ. ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. മുത്തേ, കരയില്ലേ? ഏട്ടനും ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. നമ്മളിവിടെ കഴിഞ്ഞ ആ കാലം പൈസ കുറവായിരുന്നെങ്കിലും എന്തൊരു സമാധാനമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു. ഏട്ടനും എനിക്കും എന്ത് സ്വാതന്ത്ര്യമായിരുന്നു. ഇനിയും അങ്ങനെ മതി. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എനിക്കൊരു സമാധാനം വേണം. നമുക്ക് ആരോടും പിണങ്ങണ്ട, ആരെയും ഒഴിവാക്കണ്ട. പക്ഷെ നമ്മുടെ ജീവിതമാണ്, അതിങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞു. അതൊക്കെ സത്യമാണ് മുത്തേ, നീ വിഷമിക്കണ്ട. നമുക്ക് വഴിയുണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു, ചില തീരുമാനങ്ങളെടുത്തു. പിറ്റേന്ന് തന്നെ ഞങ്ങളൊരു പുതിയ പരിപാടി തുടങ്ങി. ഫ്ലാറ്റ് തപ്പി നടക്കൽ. ഏട്ടൻ്റെ പരിചയത്തിലുള്ള കുറച്ച് പേരോട് ചോദിച്ചു. പിന്നെ ഞാൻ ഓൺലൈനിൽ കുറേ തപ്പി. കണ്ടതെല്ലാം വിളിച്ചു ചോദിച്ചു. കുറേ എണ്ണം പോയി കണ്ടു. അങ്ങനെ 2 ദിവസത്തെ ഞങ്ങളുടെ പരിപാടി അവസാനം ഫലം കണ്ടു. ഇടപ്പള്ളിയിലൊരു ഫ്ലാറ്റ് കിട്ടി. 2 BHK ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. കുറച്ച് വാടക കൂടുതലാണ്, എങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അത് ഉറപ്പിച്ചു.
ഇന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞ് തിരിച്ചു വരാനാണ് പ്ലാൻ. ഇതാകുമ്പോൾ ഏട്ടൻ തിരിച്ചു പോയാലും എനിക്ക് നിൽക്കാം. സെക്യൂരിറ്റി പ്രശ്നവുമില്ല. ഏട്ടനൊരു 10 ദിവസം കൂടി ലീവ് നീട്ടിക്കിട്ടി. അത് ഭാഗ്യം. പൈസയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാമല്ലോ. എനിക്ക് ഒറ്റക്കൊരു ബുദ്ധിമുട്ട്. ഏട്ടനെ തിരിച്ചു വിടണോ എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഉറപ്പിക്കാൻ വയ്യ. കാശ് കൈ കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾ പിറ്റേന്നാണ് തിരിച്ചു പോയത്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കേട്ടു അമ്മയുടെ വക ഭരണിപ്പാട്ട്. ഇത് സത്രമൊന്നുമല്ല ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നിട്ട് ഇങ്ങോട്ട് കയറി വരാൻ. എനിക്ക് ഒറ്റക്ക് കിടന്ന് ജോലിയൊന്നും എടുക്കാൻ വയ്യ, അമ്മ പറഞ്ഞു. ആരാ പറഞ്ഞ അമ്മ ഒറ്റക്ക് കിടന്ന് ജോലി ചെയ്യാൻ? ഞാൻ പറഞ്ഞു. ഏട്ടൻ ചോദിച്ചു. ആ, അതൊക്കെ പോട്ടെ. നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അതെന്തായി? നീ പോകുന്നതിന് മുന്നേ ഒരു തീരുമാനമാക്കണം, അമ്മ പറഞ്ഞു. ആക്കാം, അതൊക്കെ ഒരു തീരുമാനമാക്കാം. ഞാൻ ശ്രീലക്ഷ്മിയുടെ ഷെയർ കൊടുക്കാം, വേണമെങ്കിൽ ജയൻചേട്ടൻ്റെ ഷെയറും കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ വീടും സ്ഥലവും ഞങ്ങളുടെ പേരിലാക്കണം. അതെന്തുവാടാ ഞങ്ങളുടെ പേര്? എൻ്റെയും അച്ഛൻ്റെയും കാലം കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഇത് കിട്ടില്ലേ? അതെങ്ങനെ ശരിയാവാനാ? ഇപ്പം അവർക്ക് രണ്ടുപേർക്കും കിട്ടില്ലേ? എനിക്ക് മാത്രം ഒന്നും ഇല്ലാതാവില്ലേ? പിന്നെ ഇവളുടെ കയ്യിലെ പൈസ കൂടി എടുത്തിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ അവളുടെ കൂടി പേരിൽ എഴുതണം. ഇല്ലെങ്കിൽ എനിക്ക് കാലശേഷം തന്നാൽ മതി. പക്ഷെ വേറെ ആർക്കും ഞാൻ 5 പൈസ കൊടുക്കില്ല. അല്ലെങ്കിൽ ജയൻചേട്ടൻ ഇത് എടുത്തോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. എല്ലാവർക്കും നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ എനിക്കും മതി, ഏട്ടൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? ജയം പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ശ്രീലക്ഷ്മി അവളുടെ ഷെയർ വേണമെന്ന് പറഞ്ഞ് ബഹളാണ്. എല്ലാം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങോട്ട് പോകാനാ? അമ്മ ചോദിച്ചു. അതാണ് പറഞ്ഞത്, ഉള്ളത് 3 ഭാഗിച്ചിട്ട് നിങ്ങളുടെ കാലശേഷം തന്നാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഏട്ടൻ പറഞ്ഞു. എടാ, ഈ വീട് പുതുക്കി പണിയണ്ടേ? നീ അത് ചെയ്താൽ നിനക്ക് ഈ വീട് കിട്ടില്ലേ? അമ്മ പറഞ്ഞു. ആ, എനിക്ക് ഈ വീട് വേണ്ട. അമ്മ ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുത്തേക്ക്, അപ്പോൾ അവൾ പുതുക്കി പണിതോളൂ, ഏട്ടൻ പറഞ്ഞു. നീ ആരെ കണ്ടിട്ടാ ഈ നെഗളിക്കുന്നേ? അവൻ എങ്ങാണ്ട് പോയി കാശായി കഴിഞ്ഞപ്പോൾ അച്ഛനെ അമ്മയും വേണ്ട. നിന്റെ ഭാര്യ എന്ന് പറയുന്നവക്കെ പറയാനെങ്കിലും ഒരു വീടുണ്ടോടാ? ഒരു ഗതിയില്ലാത്ത ഇവളെയും കൊണ്ട് നീ എങ്ങോട്ട് പോകാനാടാ? ചേട്ടൻ്റെ വീട്ടിൽ പോയി അട്ടിപ്പേറ് കിടന്നിട്ട് നിനക്ക് മതിയായില്ലേ? നാണോ മാനോ ഇല്ലാതെ വല്ല വീട്ടിലും വലിഞ്ഞു കയറിച്ചെന്ന് കിടന്നോളും. എടാ, നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാ നിനക്കും നിന്റെ ഭാര്യയ്ക്കും കൊള്ളാം. അല്ലെങ്കിൽ നാണം ഇല്ലാതെ ഇവളെ നിന്റെ ചേട്ടനെ കൊണ്ട് കൊടുത്തിട്ട് പോടാ. എനിക്കെൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ വേഗം റൂമിൽ കയറി സാധനങ്ങൾ എടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും അമ്മ നിർത്തിയിട്ടില്ല. പറഞ്ഞ് ഞാൻ ചേട്ടനെ അനിയനെ ഒരുപോലെ കൊണ്ടു നടക്കുന്നവളാണെന്ന് വരെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഏട്ടനും നിയന്ത്രണം വിട്ടു. ഏട്ടനും തിരിച്ചു പറയാൻ തുടങ്ങി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നാട്ടുകാർ കേട്ടുകഴിഞ്ഞാൽ എനിക്കാണ് മോശം. ഞാൻ ഏട്ടനെയും വലിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഞങ്ങൾ പോകുവാണ്. ഈ വർത്തമാനം പറഞ്ഞ നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ ഇനി പറ്റില്ല. അമ്മയായിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാൻ വേറൊന്നും പറയുന്നില്ല, ഏട്ടൻ പറഞ്ഞു. ഞാൻ ഏട്ടനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അമ്മ ഇപ്പോഴും നിർത്തിയിട്ടില്ല. അയൽക്കാരൊക്കെ എത്തി നോക്കുന്നുണ്ട്. നാണക്കേട്. ഞാൻ ഒരുവിധം ഏട്ടനെയും കൊണ്ട് റോഡിലെത്തി. ഇനി എന്തിൻ്റെ പേരിലായാലും ഏട്ടൻ എന്നെ ഈ വീട്ടിലേക്ക് വിളിക്കരുത്. ഞാൻ വരില്ല. ഏട്ടനൊന്നും മിണ്ടിയില്ല. ഏട്ടൻ്റെ മുഖം അപമാനം കൊണ്ട് കുനിഞ്ഞിരുന്നു. സ്വന്തം അമ്മയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇന്ന് തന്നെ നമുക്ക് പോകണം. ഇനി ആര് പറഞ്ഞാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആരുടെ ഒരു ഔദാര്യത്തിലും നമുക്കിനി നിൽക്കണ്ട. നമുക്ക് പോവാം, ഞാൻ പറഞ്ഞു. ഏട്ടൻ എൻ്റെ കൈയും പിടിച്ച് നടന്നു. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ടാക്സി വിളിച്ചു. അതിൽ കയറി നേരെ ജയൻചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. ജയൻചേട്ടനോടും ഏട്ടൻ വിളിച്ചു പറഞ്ഞു വരാൻ. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ കയറ്റി. ജയൻചേട്ടൻ വന്നതും ചേട്ടനും ചേട്ടത്തെയും കൂടി ഞങ്ങളോട് പോകണ്ടെന്ന് വരെ പറഞ്ഞു. ചേട്ടാ, പോകാതിരിക്കാൻ പറ്റില്ല. നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അനുസരണ ഇല്ലാത്തതുകൊണ്ടുമല്ല, നന്ദികേട് കാണിക്കുന്നതുമല്ല. ഇപ്പം കുറച്ച് ആത്മാഭിമാനം മാത്രമേ ഉള്ളൂ. അതുകൂടി കളയാൻ വയ്യ. ഞങ്ങൾ ഇനിയും ഇവിടെ വന്നോളാം, നിങ്ങളുടെ കൂടെ നിന്നോളാം. പക്ഷെ ഇപ്പം പോയേ പറ്റൂ, ഞാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നീ എൻ്റെ അനിയത്തിയല്ലേ. നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതിനൊരഭിമാനക്കുറവും നോക്കേണ്ട കാര്യമില്ല, ചേട്ടത്തി പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട. ഇനിയും ഇവിടെ നിന്നിട്ട് വേണം ചേട്ടത്തിയുടെ അമ്മ പറയുന്ന കുത്തുവാക്കുകളൊക്കെ ഇവള് കേൾക്കാൻ. അതൊന്നും വേണ്ട. നീ ഇറങ്ങിക്ക്. എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേര് ഇനി ഇവളെ ആരും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല, ഏട്ടൻ പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞേ? ജയൻചേട്ടൻ ചോദിച്ചു. അതുപോയി അവരോട് ചോദിക്ക്. ഇവളിവിടെ വന്ന് നിൽക്കുമ്പോൾ അവരോരോന്ന് പറഞ്ഞുകൊണ്ട് വരും.
അതുകൊണ്ടാണ് ഇവളധികം ഇങ്ങോട്ട് വരാതിരുന്നത്. ഏട്ടൻ പറഞ്ഞു. ചേട്ടാ അങ്ങനൊന്നുമില്ല, അമ്മ എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഏട്ടനെ നോക്കി കണ്ണു മിഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങേർക്ക് ഇതിപ്പോൾ ഇവിടെ എഴുന്നള്ളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇനി ഇവിടെ വഴക്കാകാൻ. അങ്ങനാണെങ്കിൽ ഒന്ന് ചോദിക്കണമല്ലോ. എൻ്റെ വീട്ടിൽ ആര് വരണം ആര് നിൽക്കണം എന്ന് തീരുമാനിക്കണം അവരാണോ? അതിനൊരു തീരുമാനമാക്കണമല്ലോ. ജയൻ ചേട്ടൻ ദേഷ്യം പിടിച്ചെഴുന്നേറ്റു. ചേട്ടത്തിയുടെ മുഖം വിളറിയിരിപ്പുണ്ട്. എനിക്ക് പാവം തോന്നി. എൻ്റെ പൊന്നു ചേട്ടാ, അങ്ങനൊന്നുമില്ല. ഇനി ഇവിടെ കൂടി വഴക്കിട്ടിട്ട് എനിക്ക് ഇവിടെയും വരാൻ പറ്റാത്ത അവസ്ഥയാക്കണോ? ഇതിനെപ്പറ്റി ഒരു വാക്ക് ചേട്ടൻ ചോദിച്ചാൽ ഞാൻ ജന്മത്തിങ്ങോട്ട് കയറില്ല. മനുഷ്യന് മടുത്ത്. ഞാൻ പറഞ്ഞു. മോളെ, അമ്മ ഓരോന്നൊക്കെ പറയുമെങ്കിലും നിനക്ക് ഇത്രയും വിഷമം വരുന്ന രീതിയിൽ പറയുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ. ഇത് നിന്റെ കൂടി വീടാണ്. നീ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാ, ചേട്ടത്തി പറഞ്ഞു. എനിക്കറിയാം ചേച്ചി. ചേച്ചി ഇനി ഒന്നും പറയണ്ട. അമ്മയോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല. ഇവരുടെ അമ്മ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ചേച്ചിയുടെ അമ്മയൊക്കെ എത്രയോ ഭേദം. ഒരു പ്രശ്നവും വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് പോകുക. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് വാ. നമുക്കപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ എനിക്കൊന്നിനും വയ്യ, ഞാൻ പറഞ്ഞു. പിന്നെ ജയൻ ചേട്ടനെ ഒരുവിധം ഞാൻ പറഞ്ഞു പിടിച്ചു നിർത്തി. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇനി ആരെ പോരിന് വിളിക്കുമെന്നും പറഞ്ഞ് നിൽക്കുക. ഒരുവിധം പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി ഞങ്ങൾ എറണാകുളത്തിന് പുറപ്പെട്ടു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.